പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നവരാത്രിയാണ്, പുസ്തക പൂജ. അപ്പോൾ നമുക്ക് ആ സംഭവമാണെന്ന് കണ്ടില്ല. നമ്മളിന്ന് പുസ്തക പൂജയ്ക്കായിട്ടുള്ള ബുക്കുകളാണ് വെക്കാൻ പോണത്. അപ്പോൾ നമുക്ക് അതൊന്ന് പൊതിയണം കാണാം. അപ്പോൾ ഇതാ 3 ബുക്ക് എടുത്തിട്ടുണ്ട്. മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഭാഷപരമായിട്ടുള്ള ബുക്കും കണക്കും. പിന്നെ റഫ് ബുക്കും ഒരു പേന എടുത്തിട്ടുണ്ട്. പിന്നെ കൊട്ടറ 2 ചണ്ടക്കോല്. അപ്പോൾ നമുക്കൊന്ന് പൊതിയാം. അപ്പോൾ ഒന്ന് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും തുടക്കം തന്നെ അച്ഛൻ ഉണ്ടാവുമല്ലോ, അച്ഛനും മോനും കൂടി അല്ലേ. അപ്പോൾ അച്ഛൻ പുറത്താണ്, അച്ഛൻ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ ആ ഒരു തിരക്കും കൂടി ഉണ്ട്. അച്ഛൻ കുറച്ച് തന്നെ എത്തും. പിന്നെ അതുപോലെ വർക്ക് കഴിഞ്ഞിട്ട് എത്തിയിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ഇതുകൊണ്ട് ഉണ്ടാവും. എന്താണിത്, പൊതിയാൻ പറ്റില്ലല്ലോ, വേറെ രീതിക്ക് പോയി നോക്കാം. അപ്പം നമ്മൾ പൊതിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ, പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേര് അഡ്രസ്സൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊന്ന് ഒട്ടിക്കുക. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് അമ്മയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിനി ഫ്ലാറ്റിൽ നിന്ന് നമ്മൾ 2ാമത്തെ ഫ്ലോറിലെത്തി. നമുക്ക് നേരെ റോഡിലേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ റോഡിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അമ്മീർ അമ്പലത്തിലേക്ക് പോവാം. അമേരിക്ക പുസ്തക പൂജയ്ക്ക് നന്നായി പഠിപ്പ് വരുന്നേ പ്രാർത്ഥിച്ചുകൊണ്ട്. അതെ അതെ, പഠിപ്പ് വരാൻ വേണം, നല്ല ഹൈ എഡ്യൂക്കേഷൻ എടുത്തിട്ട് നല്ല ആളാകണം പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ വെച്ചു. അപ്പൊ നമ്മുടെ ഫ്ലാറ്റിൽ താമസിക്കുന്നതായിട്ട് തൊട്ടപ്പുറത്തുള്ള നെയ്ബറാണ്, അമ്മയെന്ന് വിളിക്കുക. അപ്പൊ പറഞ്ഞിട്ടില്ലേ, നേരെ അമ്പലത്തേക്ക് പോകും. അപ്പൊ നമ്മള് അമ്മയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പുസ്തക പൂജയ്ക്ക് വേണ്ടേ. അപ്പൊ അച്ഛനെ വിളിച്ചു പറഞ്ഞപ്പോൾ അച്ഛൻ ഇച്ചിരി ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞെന്ന്, അച്ഛൻ പറഞ്ഞ നമ്പൂതിരി ഉണ്ട് അവിടുത്തെ അമ്മൂരത്തെ. അപ്പോൾ പറഞ്ഞു ദീപാരാധനയ്ക്ക് മുന്നേ പുസ്തക പൂജ ഉണ്ടാവും, അപ്പോൾ ആ സമയത്തിനുള്ളിൽ വന്നോളാനാ. ഇപ്പം അമ്മയാണ് മൊത്തം മൾട്ടി ടാസ്ക് നടത്തിക്കൊണ്ടിരിക്കണേ. ക്യാമറ വർക്കും ഉണ്ട്, ഒറ്റയ്ക്ക് ഞാൻ അമ്മയല്ലേ, അച്ഛനാണെങ്കിൽ ലേറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അല്ലാത്തപ്പോൾ വണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. നമ്മളിത് അമ്മ അമ്പലത്തിൽ നമുക്കിനി അകത്ത് കയറാം. നമ്മളകത്തെത്തിയിട്ടുണ്ട്, ഇല്ലേ, നല്ല ബൾബൊക്കെ ഇട്ടുണ്ട്. അപ്പം നവരാത്രി മഹോത്സവത്തിന് ബന്ധമായിട്ട് നമ്മള് പുസ്തക പൂജയൊക്കെ വന്നത്. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അമ്പലത്തിലൊക്കെ ഒന്ന് തൊഴുത് ഇറങ്ങി നമ്മളിവിടെ ഞാനച്ചോട് വന്നിരുന്നു. അപ്പൊ ഒരു അല്ലേ ചേർന്ന് അപ്പൊ നമുക്കിവിടെ അമ്പലത്തിൽ ഒരു പ്രസാദം കിട്ടിയിട്ടുണ്ട്. ഇതൊരു കടലാണ്, വെള്ളക്കടല. അതന്നെ, വെള്ളക്കടല. വെള്ളക്കടല അത് നാളികേരം ഇട്ടിട്ടുള്ള. അപ്പൊ നമ്മള് അന്ന് നമുക്കത് കിട്ടിയപ്പോ നമ്മൾ കഴിച്ചു. എല്ലാ മഹോത്സവ പരിപാടിക്കും ഇവിടെ മറ്റേ എന്താ പറയാ, ഇത് നടക്കുന്നുണ്ട്, പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ നവരാത്രിയോട് അനുബന്ധിച്ച് 10 ദിവസത്തെ പ്രോഗ്രാം ഉണ്ട് ഇവിടെ, 10 ദിവസം. അപ്പൊ ഈ ഡാൻസ്, അതുപോലെ തന്നെ പാട്ട് കച്ചേരികള്, അതുപോലെ തന്നെ വയലിൻ കച്ചേരി, അങ്ങനെയുള്ള ഐറ്റംസും നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്നും രാത്രിയാകുമ്പോ ഇങ്ങനെ നടക്കുമ്പോ ഈ പ്രോഗ്രാം നടക്കുമ്പോ അതിനോടനുബന്ധിച്ച് ഇങ്ങനെ പ്രസാദം കൊടുക്കും. അപ്പോൾ ആ പ്രസാദം നമുക്കൊന്ന് കിട്ടി. അപ്പോൾ നമ്മളത് കഴിച്ചു. ഇത് ഉണക്കമുളകാണിത്, നല്ല വെള്ളക്കടലയാണ് അത്. സൂപ്പർ വെള്ളക്കടല, അടിപൊളി. അപ്പോൾ നമ്മൾ പുസ്തകം പൂജയ്ക്ക് വെച്ചു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി അടുത്ത വരുന്ന ഞായറാഴ്ചയാണ് വിദ്യാരംഭം എന്ന് പറയുന്നത്. അപ്പോൾ അന്നാണ് നമ്മൾ ബുക്സ് എടുക്കാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ വിദ്യാരംഭത്തിന് അന്ന് നമ്മൾ ഞായറാഴ്ച പുസ്തകം എടുക്കാൻ വേണ്ടി പോകും. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.